ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു റെസിപ്പി കാണാം കേട്ടോ. ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഉരുളക്കിഴങ്ങ് വീട്ടിലുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോറിന് വേറെ ഒരു കറിയും ആവശ്യമില്ല കേട്ടോ ഇതൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ നമുക്കിതാ ഈ റെസിപ്പി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മളിതാ 3 പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് നന്നായിട്ട് നമുക്ക് മുറിച്ചെടുക്കണേ. നന്നായിട്ട് നല്ല ചെറിയ പീസാക്കിയിട്ട് വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയെ. അപ്പോൾ അധികം വലിപ്പമൊന്നും ഇല്ലാതെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കൈ എടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു വലിപ്പത്തിലാട്ടോ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പൊട്ടാറ്റോ ഈ ഒരു വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. 1/2 ടീസ്പൂണും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മളൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നിങ്ങൾ സാധാ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണ് കുറച്ചിട്ട് ചേർത്താൽ മതിയേ. ഒരുപാട് ചേർക്കേണ്ട, എരിവ് കൂടിപ്പോണ്ട കേട്ടോ. അതിലേക്ക് ആവശ്യമുള്ള സാൾട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കാം കേട്ടോ ചെയ്യുന്നത്. കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനൊരു 5 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. അത്യാവശ്യമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം തന്നെ ഉണ്ടാക്കിയിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മളിത് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അത് നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് അരമുറി നമ്മൾ സവാളയായിട്ട് ചേർക്കുന്നത്. 1/2 പീസ് മാത്രം മതിയാവും, ഫുള്ളായിട്ട് എടുക്കേണ്ടിയില്ല. നമ്മളിപ്പം അത്രയല്ലേ പൊട്ടാറ്റോ എടുത്തിട്ടുള്ളൂ. 3 മീഡിയം സൈസുള്ള പൊട്ടാറ്റോക്ക് നമ്മളിപ്പം മുറി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഉള്ളി. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ 2 വെളുത്തുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചിയും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് കറിവേപ്പില കേട്ടോ. ഒരു 3-4 കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എരിവൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പച്ചമുളകും കൂടി ഈ ഒരു സമയത്ത് ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചുവന്ന മുളക് ചേർക്കാം കേട്ടോ. അപ്പം നമ്മളിതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പാനിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാകാൻ. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുള്ള നമ്മൾ പൊട്ടാറ്റോ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ട് മിക്സാക്കിയിട്ട് എടുക്കുക. നന്നായി മിക്സാക്കി എടുത്തിട്ട് നന്നായിട്ട് ഇത് മുരിഞ്ഞ് കിട്ടണം. എല്ലാ ഭാഗത്തും നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല. നമ്മൾ നല്ല ചെറുതായിട്ടല്ലേ പൊട്ടാറ്റോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആയിക്കോളുവേ. അപ്പോൾ ഇനി മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സംഭവം നല്ല സെറ്റായിട്ട് നന്നായിട്ട് മുരിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ പൊട്ടാറ്റോ നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരുപാട് അങ്ങ് ഫ്രൈ ആക്കിയിട്ട് എടുക്കണ്ട, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും. ഈ ഒരു പാകത്തിന് ആക്കി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ സവാള, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ഇനി ഫുൾ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാട്ടോ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ വെക്കണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സവാളയിലേക്കുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് നമ്മൾ പൊട്ടാറ്റോ നല്ല സോഫ്റ്റായി പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ ഒരുപാട് എരിവൊക്കെ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ടെടുക്കുന്ന സമയത്ത് ചുവന്ന മുളകും പച്ചമുളകൊക്കെ ചേർത്ത് കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാനും. ഇനി നമ്മൾ കുട്ടിയൊക്കെ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. ഇനി ഒരുപാട് എരിവായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റാതെ ആയിപ്പോണ്ട. ഇത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഈ ഒരു രീതിക്ക് ഉണ്ടാക്കിയാൽ തന്നെ. അപ്പോൾ നമുക്ക് കുറച്ച് അധികം വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി പച്ചമുളകോ ചുവന്ന മുളകോ കേട്ടോ. അപ്പം നമ്മളിപ്പോൾ ഇതാ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. കൈ എടുക്കാതെ ഇതുപോലെ ഇങ്ങനെ മിക്സാക്കിക്കൊണ്ടേ നിൽക്കുക. എന്നിട്ട് ആ ഒരു നമ്മളെ സവാളയുടെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയൊക്കെ ഒരു പച്ചമണം ഉണ്ടാവുമല്ലോ, അതൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടിക്കോളും. നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടല്ലേ ഇളക്കിക്കൊണ്ടേ നിൽക്കുന്നത്. അതിന് ആ ഒരു സ്മെല്ലൊന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഇതിൻ്റെ ആ ഒരു മണമൊക്കെ മാറിയിട്ടുണ്ട്. ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് മാറി നല്ല മുരിഞ്ഞിട്ടുള്ളൊരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1 മിനിറ്റോളം മതിയാവും. ആ ഒരു സമയം കൊണ്ട് സംഭവം സെറ്റാവട്ടെ. അപ്പോൾ ഇത് നന്നായിട്ട് മുരിഞ്ഞ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പൊട്ടാറ്റോ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സമയം എടുക്കാം. നമുക്ക് വെറും 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ചോറ് കഴിക്കാൻ വേണ്ടി ഇത് മാത്രം മതിയാവും, വേറെ ഒരുപാട് കറികളോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് പിന്നെ കാണാം. ബൈ, താങ്ക് യു.